ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബോട്ടിൽ കൊണ്ട് എങ്ങനെ ക്യുക്കായിട്ടുള്ളൊരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അതേപോലൊരു ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിലിൻ്റെ മിഡിൽ പാർട്ട് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതാ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് അതിനുള്ളിൽ വെക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് റെഡും ഗ്രീനും കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് വേണ്ടത്. എല്ലാത്തിൻ്റെയും അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് അതേപോലെ റെഡ് കളറിലുള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം മടക്കി വീണ ഭാഗങ്ങളിൽ സിസർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. സെൻറ്ററിലേക്ക് അധികം കയറ്റി കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് എല്ലാ പെറ്റൽസും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ റെഡ് കളർ പീസസും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 4 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഗ്രീൻ കളർ ഫോം ഷീറ്റ് എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ 4 സൈഡിൽ നിന്നും ആ മടക്ക് വീണ ഭാഗത്തിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ പീസസും ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കതിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതും ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡുകളും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ അയൺ ബോക്സ് വെച്ചിട്ടാണ് എല്ലാം ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് കിട്ടുക.
നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതാ സിൽവർ വയറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ആദ്യം നമുക്ക് ഫ്ലവറിൻ്റെ ഉള്ളിലുള്ള ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് റെഡ് കളർ ഒറിഗാമി പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. ഈ ഒരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സിൽവർ വയറിലേക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഓരോ ലെയറായിട്ട് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ വെക്കുമ്പോൾ ഒരു പെറ്റൽ നമ്മുടെ സെൻറ്ററിലെ പോർഷനിലേക്ക് ചേർത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന പെറ്റൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പെറ്റൽസ് കൂടിയിട്ട് സൈഡിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ ലെയറുകളായിട്ട് ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ എല്ലാ ലേയേഴ്സും നന്നായിട്ട് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലീവ്സ് സെറ്റ് ചെയ്തെടുക്കാം. സ്റ്റെമ്മിന് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നതിനായിട്ട് ഗ്രീൻ കളർ ടേപ്പ് ഉപയോഗിച്ചിട്ട് അതേപോലെ നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ സിംഗിളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലീഫ് നമുക്ക് സ്റ്റെമ്മിലേക്കായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതേപോലെ ഒരിക്കൽ കൂടി സിൽവർ വയർ എടുക്കുക. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അതും ഗ്രീൻ കളർ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി നമുക്കിത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലയുടെ ബാക്കിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്കിത് ഫ്ലവറിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫ്ലവർ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഫ്ലവർ വെച്ചിട്ട് നമുക്ക് വേറെയും ഗിഫ്റ്റ് ഐഡിയാസും അതേപോലെ തന്നെ ഡെസ്റ്റക്കേഴ്സും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് അതേപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ 2 പീസസും റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്ത 4 പീസസുമാണ്. പിന്നെ കുറച്ച് ലെങ്ത്തിലുള്ള ഇതേപോലത്തെ 2 പീസസും. ഇനി നമുക്ക് ഓരോ കാർഡ്ബോർഡ് പീസിൻ്റെയും 2 സൈഡിലുമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ അതേ അളവിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് കാർഡ്ബോർഡ് പീസസും ഇതേ രീതിയിൽ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൽ ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമുക്ക് ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ബോട്ടിൽ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്കിതൊരു നല്ല ഡെസ്റ്റേക്കറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനു മുകളിലൂടെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടിലിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും ഒട്ടിച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ സൈഡും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലെങ്ത്തിലുള്ള റെഡ് കളർ ഫോം ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ബോട്ടിലേക്ക് ആക്കാതെ കാർഡ്ബോർഡിൻ്റെ പീസിലും അതേപോലെ തന്നെ ഫോം ഷീറ്റിലേക്കുമായിട്ട് മാത്രം ഒട്ടിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണിൻ്റെ ചൂട് കൊണ്ട് ബോട്ടിൽ ഉരുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി ഭംഗി വരുത്താനായിട്ട് അതിനുള്ളിലേക്ക് വൈറ്റ് കളർ തെർമോക്കോൾ ബോൾസ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുക. അതിൻ്റെ ടോപ്പ് പോർഷൻ കൂടി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുത്ത ഈ ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായാലും അതേപോലെ തന്നെ ക്രിസ്മസ് അല്ലേ വരുന്നത്, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായാലും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള അടിപൊളി ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.